എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് നാളുകൊണ്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല. പക്ഷേ ഇനി നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. ഇന്ന് ഇറാൻ നമ്മുടെ ഇന്ത്യൻ 2 ഷിപ്പുകളെ ആക്രമിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ട്രംപ് ഇപ്പോൾ പൊട്ടിക്കും എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നീ അത് ചെയ്യണം ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തകർത്തോളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഭയങ്കര വാർത്തകൾ അടിക്കുന്നുണ്ട്. സംസാരമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നും വരുന്നില്ല. പ്രവൃത്തിയിൽ എപ്പോഴാണ് വരക്കം നിന്നതെന്നറിയാമോ? ഇവൻ്റെ 5ാം തലമുറയിൽപ്പെട്ട ഫൈറ്റർ ജെറ്റ് ഇറാൻ അടിച്ചിട്ട്. മനസ്സിലായില്ലേ? ചില്ലറ നഷ്ടമൊന്നുമല്ല അമേരിക്കയ്ക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അടിയങ്ങ് നിർത്തി. എന്നിട്ട് അമേരിക്കയുടെ ചട്ടുവമായ പാകിസ്ഥാനെ കുത്തിയിളക്കി പറഞ്ഞു വിട്ട് ഒത്തീർപ്പിന് ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോൾ അവങ്ങൾ വന്നു, ചർച്ചയ്ക്ക് വന്നു കേട്ടോ. ഇറാൻ വന്നിട്ട് വീണ്ടും വരെ പറ്റിക്കാൻ നോക്കുകയാണ്. അതൊന്നും നടക്കത്തില്ല. ഇതിപ്പം മരത്തിൻ്റെ ആപ്പ് വലിച്ചൂരിയ കുരങ്ങൻ്റെ അവസ്ഥയുണ്ടല്ലേ, ആ അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ്. ഊരിക്കൊണ്ട് പോകാനും വയ്യ, അടിച്ചൊതുക്കാനും പറ്റുന്നില്ല. കൈനഷ്ടമാണെങ്കിൽ ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യും? ലോകരാഷ്ട്രങ്ങളെല്ലാം പെട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കപ്പലുകൾ ഈ ഓയിലുകൾ വന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ ഏത് രാജ്യത്തും. അപ്പോൾ ഇന്ത്യയും അതിൻ്റെ നമുക്കും അറിയാമല്ലോ, നമ്മളും അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 2 കപ്പൽ നേരെയാണ് അവരെ ആക്രമിച്ചത്. ആദ്യം അവർ പോകാൻ അനുമതി കൊടുത്തതിന് ശേഷമാണ് അവരെ ആക്രമിച്ചത്. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് വാരിക്കോരി അടിക്കണം ഇറാൻ. ഇനിയിപ്പം ഇവൻ ഉപരോധം പിൻവലിക്കാതെ സമാധാന ചർച്ചയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉപരോധം എന്ന് വെച്ചാൽ ഈ നാവികസേനയ്ക്ക് ഉപരോധം, ഷിപ്പ് പോകുന്നതും വരുന്നതും എല്ലാം അവർ തടഞ്ഞിരിക്കുകയാണ്. ആ ഉപരോധം എടുത്ത് മാറ്റിയേ പറ്റൂ. ആ ഉപരോധം എടുത്ത് മാറ്റാതെ ഇനിയൊരു ചർച്ചയില്ലെന്നാണ് ഇറാൻ പറയുന്നത്. ഇവനെ കരയിൽ കൂടെ പോയി അടിക്കുമെന്നും പറഞ്ഞാണ് അമേരിക്ക ഇരിക്കുന്നത്. ഇറാൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഒരു കാരണവശാലും കരയുദ്ധത്തിലൂടെ ഇറാനെ അവരൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അഥവാ ചെയ്താൽ അവർ ചാവേറുകളായിട്ട് അവിടെ ചെല്ലാനേ പറ്റൂ. അമേരിക്കൻ പട്ടാളക്കാരെ അവർ കൊന്നുകളയും. അപ്പോൾ അത് അമേരിക്കയ്ക്ക് നല്ലപോലെ അറിയാം. മാത്രമല്ല നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇറാന്. ചൈനയുടെ നിന്നും റഷ്യയുടെ നിന്നൊക്കെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ആളുണ്ടെന്നും അമേരിക്കയ്ക്ക് അറിയാം. ട്രംപിനാണെന്നുണ്ടെങ്കിൽ കച്ചിട്ടിറങ്ങാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേറൊരു കാര്യം കൂടെ പറയാനാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആ തുടങ്ങുന്ന സംരംഭത്തിനെ കുറിച്ച് നല്ലതുപോലെ ഒന്ന് പഠിക്കുക. അത് പഠിക്കാനുള്ള സമയമാണ് ഇപ്പോൾ ഇത്. എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് നീട്ടി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇപ്പോൾ ഒന്നും തുടങ്ങാൻ പറ്റിയ സമയമല്ല. കൊറോണ പോലൊരു വിപത്ത് നമ്മളെ ലോകത്തിനെ ബാധിക്കാൻ ചെറിയ സാധ്യതയുണ്ട്. കാരണം ഈ യുദ്ധം ചെയ്യുന്ന ഇറാനും അമേരിക്ക ആയാലും അവർക്ക് 2 പേർക്കും, ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രംപ് പറയുന്നതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ഇപ്പോൾ ഇന്ന് പറയുന്ന കാര്യമല്ല നാളെ പറയുന്നത്, നാളെ പറയുന്ന കാര്യമായിരിക്കില്ല മറ്റന്നാൾ പറയുന്നത്. അതുകൊണ്ട് ഈ യുദ്ധം എന്ന് തീരുമെന്നോ എന്ന് അവസാനിക്കുമെന്നോ ട്രംപിനും അറിയാൻ പറ്റുന്നില്ല, ഇറാനും അറിയാൻ പറ്റുന്നില്ല, മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. മൊത്തത്തിൽ പ്രശ്നം ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, അമേരിക്ക ഇറാൻ തലങ്ങും വിലങ്ങും അടിക്കുന്നത് എന്ന് വെച്ചാൽ എങ്ങോട്ടെന്ന് വെച്ചാൽ യു എ സൗദി, ഖത്തർ, ഒമാൻ, ആരെ വേണമെങ്കിലും അവ അടിക്കാൻ തയ്യാറാണ്. അടിച്ചുകൊണ്ടിരിക്കുകയാണ്, വാരിക്കോരി അടിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു 300 രൂപയുടെ ഒരു ഡ്രോൺ ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ 3 ലക്ഷം രൂപ അമേരിക്ക ചിലവാക്കേണ്ടി വരും. അത്രയും ചിലവാണ് അമേരിക്ക യുദ്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടിരിക്കുകയാണ്, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ഇത് നമ്മളെ മൂപ്പിലാനാണെങ്കിൽ ഇതിൽ ഇടപെടുന്നതുമില്ല. മനസ്സിലായില്ലേ? നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആണെങ്കിൽ ഇതിൽ സൈലൻ്റായിട്ടൊന്നും കാണുന്നു. ഇവൻ പെട്ടതാണെന്ന് അങ്ങനെയൊക്കെ നല്ലതുപോലെ അറിയാം. മനസ്സിലായില്ലേ? അവൻ പെടണം. അവൻ ഒത്തിരി അഹങ്കാരം. അവൻ മാർപ്പാപ്പയുടെ മുകളിൽ കയറിയെന്ന് കളിക്കാൻ നോക്കിയതാണ്. മനസ്സിലായില്ലേ? പെടണം. അപ്പം നാളെ വേറെ ടോപ്പിക്കായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.